10th സ്റ്റാൻഡേർഡ് CBSEയിലെ ഫസ്റ്റ് ഫ്ലൈസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്ററായ ലെറ്റർ ടു ഗോഡ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് എഴുതിയിട്ടുള്ളത് GL ഫ്യൂട്ട്നെസ് എന്ന് പറയുന്ന ഒരു ഓഥറാണ്. അപ്പോൾ ഈ പാഠം തുടങ്ങുന്നതിന് മുമ്പ് ദേ സേ ഫെയ്ത്ത് ക്യാൻ മൂവ് മൗണ്ടെയിൻസ് ബട്ട് വാട്ട് ഷുഡ് വി പുട്ട് അവർ ഫെയ്ത്ത് ഇൻ? ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ ദിസ് സ്റ്റോറി ഡെലിക്കേറ്റ്ലി പൊസസസ്. എല്ലാവരും പറയുന്നു നമ്മളല്ല വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് മലയെ മാറ്റാൻ പറ്റുമെന്ന്. ഓക്കെ, പക്ഷേ എന്തിലാണ് നമ്മൾ വിശ്വാസം അർപ്പിക്കേണ്ടത്? ആ ചോദ്യത്തിന് ഉത്തരമാണ് ഈ പാഠമെന്ന് പറയുന്നത്. ലെഞ്ചോ ഈസ് എ ഫാർമർ ഹു റൈറ്റ്സ് എ ലെറ്റർ ടു ഗോഡ് വെൻ ഹിസ് ക്രോപ്സ് ആർ റൂയിൻ ആസ്കിങ് ഫോർ 100 pesos. അപ്പോൾ ലെഞ്ചോ എന്ന് പറയുന്ന ഒരു ഫാർമർ ദൈവത്തിന് ഒരു കത്തെഴുതുകയാണ്. കത്തെഴുതുന്ന സന്ദർഭം എന്ന് വെച്ചാൽ തൻ്റെ ക്രോപ്സ്, തൻ്റെ ധാന്യങ്ങളെല്ലാം നശിച്ചു. ആ സമയത്താണ് ദൈവത്തിന് കത്തെഴുതുന്നത്. എന്തിനു വേണ്ടി? 100 pesos. നമ്മൾ 100 രൂപ എന്ന് പറയില്ലേ, അതേപോലെ ഒരളവാണ്. 100 pesos കിട്ടാൻ വേണ്ടിയാണ് ദൈവത്തിന് കത്തെഴുതുന്നത്. ഡസ് ലെഞ്ചോസ് ലെറ്റർ റീച്ച് ഗോഡ്? ലെഞ്ചോ അയച്ച ലെറ്റർ ദൈവത്തിന് കിട്ടിയോ? ഡസ് ഗോഡ് സെൻഡ് ഹിം ദ മണി? ദൈവം ലെഞ്ചോയ്ക്ക് പണം കൊടുത്തോ? തിങ്ക് വാട്ട് യുവർ ആൻസർ ടു ദീസ് ക്വസ്റ്റ്യൻസ് വുഡ് ബി ആൻഡ് ഗസ് ഹൗ ദ സ്റ്റോറി കണ്ടിന്യൂസ് ബിഫോർ യു ബിഗിൻ ടു റീഡ്. ഇതിന് ഉത്തരം എന്താണ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. കഥ എങ്ങനെയെല്ലാം മുന്നോട്ട് പോകും നിങ്ങൾ എന്ത് ചെയ്യുക? ഗസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ചാപ്റ്ററിലേക്ക് കിടക്കാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പണം നമുക്ക് അയക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള വേ പോസ്റ്റ് ഓഫീസ് വഴിയാണ്. നിങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴി പണം അയച്ചിട്ടുണ്ടോ? അയച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക? താഴെ കൊടുത്തിരിക്കുന്ന രീതി ഒന്ന് വായിച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പോസ്റ്റ് ഓഫീസ് ചെന്നിട്ട് എങ്ങനെയാണ് പോസ്റ്റ് നമ്മൾ അയക്കേണ്ടതാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഒരു മണി ഓർഡർ കൗണ്ടറിൽ നമുക്ക് വാങ്ങുക. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക? മണി ഓർഡറിൻ്റെ ഫോം 50 പൈസ കൊടുത്ത് വാങ്ങുക. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ബ്ലോക്ക് ലെറ്റേഴ്സ് എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുക. എന്നിട്ട് നമ്മൾ അടയ്ക്കേണ്ട പണം, അതായത് മണി ഓർഡറായിട്ട് കൊടുക്കേണ്ട പണം അതായത് ഇതിന് കൊടുക്കുക. എന്ത് ചെയ്യുക? എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു സ്ലിപ്പ് കിട്ടും. സ്ലിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ബില്ലെന്ന് പറയില്ലേ, അതേപോലെ ഒരു സംഭവം കിട്ടും. അതിനെ വായിച്ച് വയ്ക്കുക. നമുക്കിനി ചാപ്റ്ററിലേക്ക് കിടക്കാം. The house, the only one in the entire valley, sat on the crest of a low hill. വീട്, ആ എൻറ്റയർ വാലി, ആ താഴ്വാരത്തുള്ള ഏക വീടായ ആ വീട് ഒരു ലോ ഹിൽ, ക്രസ്റ്റ് ഓഫ് എ ലോ ഹിൽ, ഒരു ഹില്ലിൻ്റെ ക്രസ്റ്റ് എന്ന് വെച്ചാൽ ടോപ്പ് ഓഫ് എ ഹിൽ, ഒരു ഹില്ലിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്താണ് ഇരിക്കുന്നത്. ആ ഹില്ല് ഒരു ചെറിയ ഹില്ലാണ്. From this height, one could see the river and the field of ripe corn, dotted with the flowers that always promised a good harvest. ആ ഹില്ലിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു പൊക്കത്ത് നിന്നുകൊണ്ട് അവിടെ നിൽക്കുന്ന ആൾക്ക് തൊട്ടടുത്തുള്ള റിവറും, പിന്നെ ആ ഒരു പഴുത്തു നിൽക്കുന്ന ആ ഒരു കോൺ, അല്ലെങ്കിൽ വിളഞ്ഞു നിൽക്കുന്ന ഒരു ചോള പാടവും, അവിടെ നിൽക്കുന്ന ആ ഒരു മഞ്ഞപ്പൂക്കളുമെല്ലാം, ആ മഞ്ഞപ്പൂവിൽ നിന്ന് മനസ്സിലാകും ആ ഒരു ക്രോപ്സ് നമുക്ക് നല്ല ഹാർവസ്റ്റ് തരുമെന്ന്. അതായത് അതിപ്പോൾ നമ്മൾ ഒരു ചെടിയെയോ അല്ലെങ്കിൽ ഒരു മരത്തിനോ എന്ത് കണ്ടാലും നമുക്കത് മനസ്സിലാവും അത് എങ്ങനത്തെ ഇളമരമാണെന്നത്. നമുക്ക് വിളവ് തരുമോ വിളവ് തരില്ലേ എന്ന് മനസ്സിലാവും. ഓക്കെ, ഈ ഫ്ലവറിനെ കാണുന്നതിലൂടെ അത് നല്ലൊരു വിളവ് തരുമെന്ന് ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ്. ദ ഓൺലി തിങ് ദ എർത്ത് നീഡഡ് വാസ് എ ഡൗൺ പോർ ഓർ അറ്റ്ലീസ്റ്റ് എ ഷവർ. ഈ ഭൂമിക്ക് ആവശ്യമായത് ഒന്നെങ്കിൽ ഒരു ഡൗൺ പോർ എന്ന് വെച്ചാൽ ഒരു ഒഴുക്ക്, അല്ലെങ്കിൽ ഒരു ചെറിയ ഷവർ എന്ന് വെച്ചാൽ ചെറിയ ഒരു കുളി. അതായത് ഇവിടെ എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ വെള്ളമാണ് പറയുന്നത്, മഴയാണ് ഇവിടെ ആവശ്യമെന്നാണ് പറയുന്നത്. Throughout the morning, Lenjo, who knew his fields intimately, had done nothing else but see the sky towards the northeast. ഓക്കെ, അന്നേ ദിവസം രാവിലെ തൊട്ട് ലെഞ്ചോ എന്ന് പറയുന്ന ഒരാൾ, ഹു ന്യൂ ദ ഫീൽഡ്സ് ഇൻറ്റിമേറ്റ്ലി, തൻ്റെ ഫീൽഡ് എന്ന് വെച്ചാൽ തൻ്റെ പാടങ്ങളെ വളരെ അടുത്തറിയാവുന്ന ലെഞ്ചോ ഒന്നും ചെയ്യാതെ ആകാശത്തേക്ക് മാത്രം, ഏത് ഭാഗത്തേക്ക്? നോർത്ത് ഈസ്റ്റ് എന്ന് വെച്ചാൽ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ആകാശത്തേക്ക് മാത്രമാണ് നോക്കി നിൽക്കുന്നത്. എന്തിനായിരിക്കാം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം വാട്ടർ വുമൺ. ദ വുമൺ ഹു വാസ് പ്രിപ്പയറിംഗ് സപ്പർ റിപ്ലൈഡ്, യെസ് ഗോഡ് വില്ലിംഗ്. ഓക്കെ, ഒരാൾ പറയുകയാണ് ഇന്ന് എന്തായാലും നമുക്ക് കുറച്ച് വെള്ളം കിട്ടും സ്ത്രീയെ. ഓക്കെ, അപ്പോൾ ഏതോ ഒരു വുമൺ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? സപ്പർ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. രാത്രി കഴിക്കാനുള്ള ആഹാരം പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. അവർ റിപ്ലൈ കൊടുത്തു, യെസ് ദൈവം നമുക്ക് ഉറപ്പായിട്ട് തരും. അത് ആരോ ഒരാൾ പറഞ്ഞു ഇന്ന് നമുക്ക് വെള്ളം കിട്ടും, അതായത് മഴ വരുമെന്നാണ് പറഞ്ഞത്. അപ്പം ആ സ്ത്രീ പറഞ്ഞു അതെ നമുക്ക് ദൈവം അത് തരുമെന്നും പറഞ്ഞു. The older boys were working in the field while the smaller ones were playing near the house until the woman called to them all. മുതിർന്ന കുട്ടികൾ ഫീൽഡിൽ നിന്ന് കളിക്കുകയായിരുന്നു. കൊച്ചുകുട്ടികൾ എന്ത് ചെയ്യുകയായിരുന്നു? വീട്ടിൻ്റെ അടുത്ത് നിന്ന് കളിക്കുകയായിരുന്നു. ഓക്കെ, മുതിർന്ന കുട്ടികൾ കളിക്കുകയല്ല, മുതിർന്ന കുട്ടികൾ ഫീൽഡിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ആ കൊച്ചു കുട്ടികൾ വീട്ടിൻ്റെ അവിടെ നിന്ന് കളിക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞ് ആ വുമൺ എന്ത് ചെയ്തു? ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിച്ചു. കം ഫോർ ഡിന്നർ. ഇറ്റ് വാസ് ഡ്യൂറിങ് ദ മീൽ ദാറ്റ് ജസ്റ്റ് as ലെഞ്ചോ ഹാഡ് പ്രെഡിക്റ്റഡ് ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫാൾ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ എല്ലാവരെയും വിളിച്ചു. ആ സമയത്ത് ലെഞ്ചോയ്ക്ക് മനസ്സിലായി. ലെഞ്ചോ ആകാശം നോക്കിയപ്പം ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ, വലിയ വലിയ മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി ആകാശത്ത് നിന്ന്.
ലെഞ്ചോ പ്രെഡിക്റ്റ് ചെയ്തതുപോലെ, ലെഞ്ചോ വിശ്വസിച്ചതുപോലെയായിരുന്നു അത്. ഇൻ ദ നോർത്ത് ഈസ്റ്റ് ഹ്യൂജ് മൗണ്ടൻസ് ഓഫ് ക്ലൗഡ്സ് കുഡ് സീൻ അപ്രോച്ചിങ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള മൗണ്ടൻ്റെ അവിടെ നിന്ന് വലിയ വലിയ മഴമേഘങ്ങൾ വരുന്നത് കണ്ടു. ദ എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. എയർ വളരെ ഫ്രഷും സ്വീറ്റുമായിരുന്നു. The man went out for no other reason than to have the pleasure of feeling the rain on his body. And when he returned, he exclaimed. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഈ മഴത്തുള്ളികൾ തൻ്റെ ദേഹത്ത് വീഴുന്നതിൻ്റെ സുഖം കിട്ടാൻ വേണ്ടി നേരെ പാടത്തേക്ക് പോയി. തിരിച്ചു വന്ന് അയാൾ പറഞ്ഞു, These aren't raindrops falling from the sky. They are now coins. The big drops are 10-cent pieces and the little ones are 5s. അയാൾ വന്ന് പറഞ്ഞു, ഇത് മഴത്തുള്ളികളല്ല, ഇത് വലിയ വലിയ നാണയങ്ങളാണ്. ബിഗ് ഡ്രോപ്സ്, വലിയ നാണയത്തെ 10 സെൻറ്റ് എന്നും ചെറിയ നാണയത്തെ 5s എന്നാണ് പറയുന്നത്. സെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ രൂപ, തുട്ടെന്ന് പറയില്ലേ, അതിൻ്റെ ഒരളവാണ്. ഓക്കെ. വിത്ത് എ സാറ്റിസ്ഫൈഡ് എക്സ്പ്രഷൻ ഹി റിഗാർഡഡ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ വിത്ത് ഇറ്റ്സ് ഫ്ലവർ ഡ്രേപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ. ഓക്കെ. വിത്ത് എ സാറ്റിസ്ഫൈഡ് എക്സ്പ്രഷൻ, ഒരു ആശ്വാസം നിറഞ്ഞ ഒരു ഭാവത്തോട് അയാൾ പറഞ്ഞു, ഹി റിഗാർഡഡ് ദ ഫീൽഡ് ഓഫ് റൈപ്പ് കോൺ വിത്ത് ഇറ്റ്സ് ഫ്ലവർ ഡ്രേപ്ഡ് ഇൻ എ കർട്ടൻ ഓഫ് റെയിൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു പാടത്ത് നിൽക്കുന്ന റൈപ്പ് കോൺ എന്ത് ചെയ്യുമെന്ന് അദ്ദേഹം വിചാരിച്ചു? മഴയത്ത് നനയുമെന്ന് വിചാരിച്ചു. ബട്ട് സഡൻലി, ഡ്രേപ്ഡ് എന്ന് വെച്ചാൽ കവേർഡ്, അതായത് എന്താ പറയുക, നനയുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബട്ട് സഡൻലി, പെട്ടെന്ന്, എ സ്ട്രോങ് വിൻഡ് ബിഗൻ ടു ബ്ലോ ആൻഡ് അലോങ് വിത്ത് ദ റെയിൻ വെരി ലാർജ് ഹെയിൽ സ്റ്റോൺസ് ബിഗൻ ടു ഫാൾ. പെട്ടെന്നൊരു വലിയ കാറ്റടിക്കാൻ തുടങ്ങി. ആ കാറ്റിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ മഴത്തുള്ളികൾ വലിയ വലിയ ഹെയിൽ സ്റ്റോൺ ആയിട്ട് മാറി. ഹെയിൽ സ്റ്റോൺ എന്ന് വെച്ചാൽ നമ്മൾ ഈ മഞ്ഞ് കട്ടകളില്ലേ, ആകാശത്ത് നിന്ന് മഞ്ഞ് കട്ടകൾ, നിങ്ങളുടെ പാരൻസിനോട് ചോദിച്ചാൽ മനസ്സിലാവും, പണ്ടൊക്കെ ഈ മഞ്ഞ് കട്ടകൾ മഴ സമയത്ത് വീഴുന്നുണ്ടായിരുന്നു. അത് ഐസ് കട്ടേഴ്സ്, അത്രയേ ഉള്ളൂ. These truly did resemble new silver coins. The boys, exposing themselves to the rain, ran out to collect the frozen pearls. ഇത് അവരുടെ ആ ഒരു പുതിയ സിൽവർ കോയിൻസിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ ആ സമയത്തെങ്കിലും സിൽവർ കോയിൻസ് എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടാവും. അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇപ്പോൾ വീഴുന്ന ആ ഒരു ഹെയിൽ സ്റ്റോൺസ്, മഞ്ഞുകട്ടകൾ. ആ ബോയ്സ് എന്തോ ചെയ്തു? ഇത് ഈ ഫ്രോസൺ പേൾസ് എന്ന് വെച്ചാൽ കട്ട പിടിച്ച ആ ഒരു മുത്തുകൾ എന്ത് ചെയ്തു? പറക്കാൻ വേണ്ടി പുറത്തോട്ട് പോവുകയാണ്. ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ, എക്സ്ക്ലൈംഡ് ദ മാൻ. ഇത് വളരെയധികം മോശമായി കൊണ്ടുവരികയാണ്, അയാൾ പറഞ്ഞു. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ക്ലി. ഇത് പെട്ടെന്ന് മാറിപ്പോകട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്ക്ലി. ഫോർ an hour the hail rained on the house, the garden, the hillside, the cornfield, on the whole valley. The field was white as if covered with the salt. കുറച്ച് കഴിഞ്ഞതും അയാൾ ഇത് മാറിപ്പോകട്ടെ എന്ന് നമ്മൾ ലെഞ്ചോ വിചാരിച്ചു. പക്ഷേ ഏകദേശം 1 മണിക്കൂറോളം ഈ ഹെയിൽ സ്റ്റോണിൻ്റെ ആ ഒരു മഴ ഉണ്ടായിരുന്നു. വീടും ഗാർഡനും ഹിൽ സൈഡും കോൺഫീൽഡും എല്ലാം ഇത് കൊണ്ട് നിറഞ്ഞു. ഫീൽഡിൽ നോക്കുമ്പോൾ മൊത്തം വെള്ള കളർ ഉപ്പ് കിടക്കുന്നത് പോലെയാണ് ഇവിടെ പറയുന്നത്. നോട്ട് എ ലീഫ് റിമൈൻഡ് ഓൺ ദ ട്രീസ്. മരങ്ങളിൽ ഒരു ഇല പോലും മിച്ചമുണ്ടായില്ല. ദ കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയിഡ്. ചോളമെല്ലാം മൊത്തം നശിച്ചുപോയി. ദ ഫ്ലവേഴ്സ് വെയർ ഗോൺ ഫ്രം ദ പ്ലാന്റ്സ്. ആ പ്ലാന്റ്സിലുണ്ടായിരുന്ന ഫ്ലവേഴ്സും പോയി. ഇപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുള്ളൂ? ബഡ്സായിട്ട് മാറി കായായിട്ട് മാറി കോണ് വരള്ളൂ. അപ്പം ഫ്ലവേഴ്സ് എന്ത് ചെയ്തു? മൊത്തം പോയി. ലെഞ്ചോസ് സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നസ്. ലെഞ്ചോയുടെ ഹൃദയം മൊത്തം ദുഃഖം കാരണം നിറഞ്ഞു നിൽക്കുകയാണ്. വെൻ ദ സ്റ്റോം ഹാഡ് പാസ്ഡ് ഹി സ്റ്റുഡ് ഇൻ ദ മിഡിൽ ഓഫ് ദ ഫീൽഡ് ആൻഡ് സെഡ് ടു ഹിസ് സൺസ്. ആ സ്റ്റോം അവിടെ നിന്ന് മാറിക്കഴിഞ്ഞതും അയാൾ എന്ത് ചെയ്തു? ആ ഹില്ലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് മക്കളോട് പറയുകയാണ്, എ പ്ലാഗ് ഓഫ് ലോക്ടസ്. ലോക്ടസ് എന്ന് വെച്ചാൽ ഇൻസെക്ട്സ് വിച്ച് ഫ്ലൈ ഇൻ ബിഗ് സ്വാംസ് ഗ്രൂപ്പ്സ് ആൻഡ് ഡിസ്ട്രോയ് കോപ്സ്. കൂട്ടമായി പറന്ന് നടന്ന് ഇതേപോലെ ചോളം പാടങ്ങളെ അല്ലാത്ത പാടങ്ങളെല്ലാം നശിപ്പിക്കും. നിങ്ങൾ തമിഴിലെ കാപ്പാൻ എന്ന സിനിമയിൽ ഒരു വെട്ടുക്കിളികൾ എന്ന് പറയുന്ന ഒരു ജീവികളില്ലേ, ചെറിയ എന്താ പറയുക, ചീവീട് പോലത്തെ, അതാണ് ഈ ലോക്ടസ് എന്ന് പറയുന്നത്. എ പ്ലാഗ് ഓഫ് ലോക്ടസ് എന്ന് വെച്ചാൽ ലോക്ടസിൻ്റെ ആ ഒരു കൂട്ടം വുഡ് ഹാവ് ലെഫ്റ്റ് മോർ ദാൻ ദിസ്. ദ ഹെയിൽ ഹാസ് ലെഫ്റ്റ് നത്തിങ്. പ്ലാഗ് ഓഫ് ലോക്ടസ്, അതായത് ആ ലോക്ടസിൻ്റെ ഒരു കൂട്ടം വന്നാലും ഇതിൽ നിന്നും കുറേ മിച്ചം വെച്ചിട്ടേ പോകുള്ളൂ. പക്ഷേ ഈ ഹെയിൽ എന്ത് ചെയ്തില്ല? ഒന്നും തന്നെ മിച്ചം വെച്ചില്ല. ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ. ഈ വർഷം നമുക്ക് കഴിക്കാനല്ല, നമുക്ക് കോണൊന്നും കാണില്ല. ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ. അന്നത്തെ രാത്രി ഒരു ദുഃഖമുള്ള രാത്രിയായിരുന്നു. ഓൾ അവർ വർ ഫോർ നത്തിങ്. ദർ ഈസ് നോ വൺ ഹൂ ക്യാൻ ഹെൽപ്പ് അസ്. വി വിൽ ഓൾ ഗോ ഹംഗ്രി ദിസ് ഇയർ. ഇനി ഒന്നും തന്നെ ചെയ്യാനില്ല, നമ്മളെ വർക്കെല്ലാം വേസ്റ്റായി, നമ്മളെ സഹായിക്കാനും ആരുമില്ല. ഈ വർഷം മുഴുവൻ ഞങ്ങൾ പട്ടിണി കിടക്കേണ്ടതായിട്ട് വരുമെന്നാണ് ലെഞ്ചോ ഇവിടെ പറയുന്നത്. But in the hearts of all who lived in the solitary house in the middle of the valley, there was a single hope, help from God. ആ ഒറ്റപ്പെട്ട വാലിയിൽ താമസിക്കുന്ന ആ വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സിൽ എന്തുമാത്രം ഉണ്ടായിരുന്നു? ഒരൊറ്റ ഹോപ്പ്, ഒറ്റ പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ആര്? ഹെൽപ്പ് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്നുള്ള സഹായം. ഡോണ്ട് ബി സോ അപ്സെറ്റ്.
ഈവൻ ദോ ദിസ് സീംസ് ലൈക്ക് എ ടോട്ടൽ ലോസ്, റിമെമ്പർ നോ വൺ ഡൈസ് ഓഫ് ഹങ്കർ. നിങ്ങളൊന്നും പേടിക്കണ്ട, ഇത് മൊത്തത്തിലൊരു നഷ്ടമാണെങ്കിലും ആരും ഹങ്കർ എന്ന് വെച്ചാൽ വിശപ്പ് കാരണം മരിക്കാനൊന്നും പോകുന്നില്ല. ദാറ്റ്സ് വാട്ട് ദേ സേ, നോ വൺ ഡൈസ് ഓഫ് ഹങ്കർ. അതാണ് അവർ പറയുന്നത്, ആഹാരം കിട്ടാതെ ആരും മരിക്കില്ല. All through the night, Lenjo thought only of his one hope, the help of God, whose eyes, as he had been instructed, see everything, even what is deep in one's consciousness. അന്നേ ദിവസം രാത്രി എന്ത് മാത്രമാണ് ലെഞ്ചോ ആലോചിച്ചുകൊണ്ട് കിടന്നത്? ദൈവത്തിനെ കുറിച്ച് മാത്രമാണ് ലെഞ്ചോ ആലോചിച്ചുകൊണ്ട് കിടന്നത്. അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ അദ്ദേഹം ലോകം മുഴുവനും കാണുമെന്നാണ് പറയുന്നത്. ഒരാളുടെ മനസ്സിലുള്ളതും മനസ്സിൻ്റെ പുറത്തുള്ളതുമെല്ലാം ദൈവം കാണുമെന്നാണ് ലെഞ്ചോ ഇവിടെ പറയുന്നത്. ലെഞ്ചോ വാസ് ആൻ ഓക്സ് ഓഫ് എ മാൻ. ലെഞ്ചോ എന്ന് പറഞ്ഞാൽ ഒരു ഓക്സ് ആണ്. ഓക്സ് എന്ന് വെച്ചാൽ കാൾ. അതായത് ലെഞ്ചോ ഒരു അടിമയെ പോലെ പണിയെടുക്കുന്ന ഒരാളെന്നാണ് പറയുന്നത്. വർക്കിംഗ് ലൈക്ക് ആൻ ആനിമൽ ഇൻ ദ ഫീൽഡ്സിൽ ഒരു അനിമലിനെ പോലെയാണ് ലെഞ്ചോ ജോലി എടുക്കുന്നത്. ബട്ട് സ്റ്റിൽ ഹീ ന്യൂ ഹൗ ടു റൈറ്റ്. ഇവിടെ പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ ലെഞ്ചോ ഒരു അടിമയെ പോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും അറിയാം. ദ ഫോളോയിങ് സൺഡേ, വരുന്ന ഞായറാഴ്ച, അറ്റ് ഡേ ബ്രേക്ക്, ഏകദേശം ഉച്ച ആയപ്പോഴേക്കും, ഹി ബിഗൻ ടു റൈറ്റ് എ ലെറ്റർ വിച്ച് ഹി ഹിംസെൽഫ് വുഡ് ക്യാരി ടു ടൗൺ ആൻഡ് പ്ലേസ് ഇൻ ദ മൈൽ. ഇറ്റ് ഹാവ് ആസ്ക്ഡ് നത്തിങ് ലെസ് ദാൻ ലെറ്റർ ടു ഗോഡ്. അപ്പോൾ ഉച്ച ആയപ്പോഴേക്കും അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരു ലെറ്റർ എഴുതാൻ തുടങ്ങി. അത് അയാൾ തന്നെ എങ്ങോട്ട് പോയി? ടൗണിൽ ചെന്നിട്ട് ആ മെയിൽ ബോക്സിൽ ഇടാനാണ് തീരുമാനിച്ചു വെച്ചിരുന്നത്. പക്ഷേ ആ ലെറ്റർ ആർക്കുള്ളതായിരുന്നു? ലെറ്റർ ടു ഗോഡ്. അത് ദൈവത്തിനുള്ള ആ ഒരു കത്തായിരുന്നു. ഗോഡ്, ഹീ റോട്ട്. ലെഞ്ചോ അങ്ങനെ ദൈവത്തിന് കത്തെഴുതാൻ തുടങ്ങി. ദൈവമേ, ഇഫ് യു ഡോണ്ട് ഹെൽപ്പ് മീ, താങ്കൾ എന്നെ സഹായിച്ചില്ലെങ്കിൽ, മൈ ഫാമിലി ആൻഡ് ഐ വിൽ ഗോ ഹംഗ്രി ദിസ് ഇയർ. ഞാനും എൻ്റെ കുടുംബവും ഈ വർഷം മുഴുവൻ പട്ടിണി കിടക്കേണ്ടി വരും. ഐ നീഡ് 100 pesos in order to sow my field again and to live until the crop comes, because the hailstorm. എൻ്റെ ജീവൻ, എൻ്റെ കുടുംബത്തിൻ്റെ ജീവനെല്ലാം ഒരേപോലെ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് എന്ത് വേണം? ഒരു 100 pesos വേണം. 100 pesos എന്തിനെന്ന് വെച്ചാൽ 100 pesos ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി എൻ്റെ ഫീൽഡിൽ കോൺ വിതയ്ക്കാൻ പറ്റും. കാരണം എൻ്റെ കോണെല്ലാം എന്ത് ചെയ്തു? ഹെയിൽ സ്റ്റോം കാരണം നശിച്ചുപോയി. ഹീ റോട്ട് ടു ഗോഡ് ഓൺ ദ എൻവലപ്പ്, പുട്ട് ദ ലെറ്റർ ഇൻസൈഡ് ആൻഡ് സ്റ്റിൽ ട്രബിൾ വെൻ ടു ടൗൺ. ഓക്കെ, അപ്പോൾ എൻവലപ്പിൻ്റെ മുകളിൽ, അതായത് കത്തിൻ്റെ ഫ്രണ്ടിൽ ആർക്കെന്നുള്ളത് ഈ അഡ്രസ്സ് കൊടുത്തിട്ട് ആർക്കാണ് കൊടുക്കേണ്ടത് അതിൽ ടു ഗോഡ് എന്ന് എഴുതി വെച്ചു. എന്നിട്ട് ചെറിയൊരു ചെറിയൊരു വിഷമത്തോടെ ആണെങ്കിലും ലെഞ്ചോ എങ്ങോട്ട് പോയി? ടൗണിലോട്ട് പോയി. At the post office, he placed a stamp on the letter and dropped it into the mailbox. പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് ആ ലെറ്ററിൽ ഒരു ലാമ്പ് വെച്ചു. എന്നിട്ട് അതിനെ എങ്ങോട്ട് ഇട്ടു? മെയിൽ ബോക്സിൻ്റെ അകത്തോട്ട് ഇട്ടു. One of the employees who was a postman and also helped at the post office went to his boss laughing heartily and showed him the letter to God. അപ്പോൾ ആ ഓഫീസിലുണ്ടായിരുന്ന ഒരു എംപ്ലോയി, അതായത് ഒരു പോസ്റ്റ്മാനും കൂടിയായിരുന്നു. അതെന്ത് ചെയ്തു? പോസ്റ്റ് ഓഫീസ് ചെന്നിട്ട് അവിടുത്തെ ബോസിന്, ഇപ്പോൾ മാനേജർ എന്ന് വേണമെങ്കിൽ പറയാം, അയാൾക്ക് എന്തോന്ന് ചെയ്തു? ഈ കത്തൊന്ന് കാണിച്ചു കൊടുത്തു. വളരെ ചിരിച്ചുകൊണ്ടാണ്, അയാൾ കളിയാക്കുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ടാണ് അയാൾ പോയത്. നെവർ ഇൻ ഹിസ് കരിയർ ആസ് എ പോസ്റ്റ്മാൻ ഹി ഹാഡ് നോൺ ദാറ്റ് അഡ്രസ്. തൻ്റെ പോസ്റ്റ്മാൻ എന്നുള്ള ആ ഒരു കരിയർ, തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അഡ്രസ്സ് അയാൾ കണ്ടിട്ടില്ലെന്നാണ് പറയുന്നത്. ദ പോസ്റ്റ് മാസ്റ്റർ എന്ന് വെച്ചാൽ അവിടുത്തെ മാനേജർ എന്ന് വേണ്ടി നമുക്ക് പറയാം. പോസ്റ്റ് മാസ്റ്റർ. എ ഫാറ്റ് എന്ന് വെച്ചാൽ വണ്ണമുള്ള. എയിമബിൾ എന്ന് വെച്ചാൽ ഫ്രണ്ട്ലി ആൻഡ് പ്ലസന്റ്, സൗഹൃദപരമായിട്ടുള്ള ആളെന്ന് വേണമെങ്കിൽ പറയാം. ഫെലോ, ഇപ്പം എയിമബിൾ ആയിട്ടുള്ള ഫെലോ, സൗഹൃദം നിറഞ്ഞ ആൾ. ആൾസോ ബ്രോക്ക് ഔട്ട് ലാഫിങ്. പക്ഷെ അയാൾ എന്ത് ചെയ്തു? ചിരിക്കാൻ തുടങ്ങി. ബട്ട് ആൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഹി ടേൺ സീരിയസ് ആൻഡ് ടാപ്പിംഗ് ദ ലെറ്റർ ഓൺ ഹിസ് ഡെസ്ക് കമൻറ്റഡ്, വാട്ട് ഫെയ്ത്ത്, I wish I had the faith of the man who wrote this letter, starting up a correspondence with God. കുറച്ച് നേരം അയാൾ ചിരിച്ചിട്ട് പെട്ടെന്ന് അദ്ദേഹം സീരിയസ് ആയി. എന്നിട്ട് പറയുകയാണ്, എന്തൊരു പ്രതീക്ഷയാണ് ഇയാൾക്ക്. എനിക്കും അയാളെ പോലെ പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ, ഫെയ്ത്ത്, വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവത്തിനോടാണ് അയാൾ എന്ത് ചെയ്യുന്നത്? കത്തെഴുതാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. So in order not to shake the writer's faith in the God, the postmaster came up with an idea. അപ്പോൾ ഈ കത്തെഴുതിയ ആൾക്ക് ദൈവത്തിനോടുള്ള പ്രതീക്ഷ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ ഒരു ഐഡിയ കൊണ്ടുവന്നു. ആൻസർ ദ ലെറ്റർ. അയാൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഈ ലെറ്ററിന് ആൻസർ ചെയ്യാൻ, അഥവാ തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ തീരുമാനിച്ചു. ബട്ട് വെൻ ഹി ഓപ്പൺഡ് ഇറ്റ് വാസ് എവിഡന്റ് ദാറ്റ് ടു ആൻസർ ഇറ്റ് ഹി നീഡഡ് സംതിങ് മോർ ദാൻ ഗുഡ് വിൽ, ഇങ്ക് ആൻഡ് പേപ്പർ. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, കത്തുറന്നപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഈ ലെറ്ററിന് മറുപടി എഴുതണമെങ്കിൽ നല്ല മനസ്സും ഇങ്കും പേപ്പർ മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. ബട്ട് ഹീ സ്റ്റക്ക് ടു ഹിസ് റെസൊല്യൂഷൻ. ഹി ആസ്ക്ഡ് ഫോർ മണി ഫ്രം ഹിസ് എംപ്ലോയീസ്.
He himself gave part of his salary, and several friends of his were obliged to give something for an act of charity. പക്ഷേ അയാൾ എന്ത് തീരുമാനിച്ചു? തൻ്റെ ആ ഒരു തീരുമാനത്തിന് ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസിൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും പിന്നെ അദ്ദേഹം തൻ്റെ സാലറിയിൽ നിന്നും കുറച്ച് എന്ത് ചെയ്തു, ഈ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി, അതായത് ലെഞ്ചോയ്ക്ക് ഒരു സഹായം പോലെ ചെയ്യുന്നതിന് വേണ്ടി പൈസ ചോദിച്ചു. അവരെല്ലാം എന്ത് ചെയ്തു? സന്തോഷത്തോടെ പൈസ ഇടുകയും ചെയ്തു. It was impossible for him to gather together the 100 pesos, so he was able to send the farmer only a little more than half. He put the money in an envelope addressed to Lenjo and with it a letter containing only a single word as a signature, God. 100 പേസോസ് ഒരുമിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് മാസ്റ്ററിനും അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ പകുതിക്ക് കൂടുതലായിട്ട്, അതായത് ഒരു 50, 60, 70 ഒക്കെ ഇടയ്ക്ക് ആയിട്ടുള്ള ഒരു പൈസ എന്തോന്ന് ചെയ്തു, അദ്ദേഹം ഇട്ട് കൊടുത്തു. എന്നിട്ട് തിരിച്ച് റിപ്ലൈ കൊടുക്കുന്ന രീതിയിൽ ഒരു എൻവലപ്പിൽ ലെറ്റർ ഫ്രം ഗോഡ് എന്ന് എഴുതി അത് എന്തെന്ന് ചെയ്തു കൊടുത്തു. അതിൽ ഒറ്റ വേർഡ് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ, ഗോഡ് എന്നൊരു സിഗ്നേച്ചർ. ഓക്കെ, അത് ദൈവത്തിൽ നിന്നും കിട്ടുന്നത് എന്നാണ് ലെഞ്ചോ ഇവിടെ വിചാരിക്കേണ്ടത്. അങ്ങനെയാണ് ലെറ്ററിൻ്റെ ഫ്രണ്ടിലോ അകത്തോ ആയിട്ട് ഗോഡ് എന്ന് എഴുതിയിട്ടുള്ളത്. The following Sunday, Lenjo came a bit earlier than usual to ask if there was a letter for him. അടുത്ത ഞായറാഴ്ച ലെഞ്ചോ സാധാരണയിൽ നിന്ന് നേരത്തെ വന്നു. കാരണം എന്താണ്? ലെഞ്ചോയ്ക്ക് കത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാനാണ്. It was the postman himself who handed the letter to him, while the postmaster, experiencing the contentment of a man who was performed a good deed, looked on from his office. അപ്പോൾ ഈ ലെറ്റർ വന്നിട്ടുണ്ടോ ചോദിച്ചാൽ പോസ്റ്റ് മാൻ എന്തോ ചെയ്തു, നേരിട്ട് അയാളുടെ കയ്യിൽ കൊടുത്തു. പോസ്റ്റ് മാസ്റ്റർ മറിഞ്ഞു നിന്ന് എന്ത് ചെയ്യുകയാണ്, ഈ ഒരു കണ്ടൻമെൻറ്റ് സാറ്റിസ്ഫാക്ഷൻ, അതായത് താനിലെ ഈ ഒരു പ്രവൃത്തി ചെയ്തത് അത് ലെഞ്ചോ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി മാറി നിൽക്കുകയാണ്. ഓക്കെ, ലെഞ്ചോ ഷോഡ് നോട്ട് ദ സ്ലൈറ്റസ്റ്റ് സർപ്രൈസ് ഓൺ സീയിങ് ദ മണി, സച്ച് വാസ് ഹിസ് കോൺഫിഡൻസ്, ബട്ട് ഹി കെയിം ആംഗ്രി വെൻ ഹി കൗണ്ടഡ് ദ മണി. കത്ത് തുറന്ന് വായിച്ചപ്പോൾ ലെഞ്ചോയ്ക്ക് ആശ്ചര്യം അല്ലെങ്കിൽ സർപ്രൈസ് ആകുമെന്നാണ് നമ്മുടെ പോസ്റ്റ് മാസ്റ്റർ വിചാരിച്ചത്. പക്ഷേ ലെഞ്ചോയ്ക്ക് സർപ്രൈസ് ആയില്ല. ലെഞ്ചോ കോൺഫിഡൻറ്റോടെയാണ് ഇരുന്നത്. അതായത് ഉറപ്പായിട്ടും ദൈവം തനിക്ക് റിപ്ലൈ തരുമെന്ന് ലെഞ്ചോയ്ക്ക് ഉറപ്പായിരുന്നു. അത് കിട്ടുകയും ചെയ്തു. പക്ഷേ പണം എണ്ണി തുടങ്ങിയതും ലെഞ്ചോയ്ക്ക് ആംഗ്രിയായി, ദേഷ്യം വന്നു. ഗോഡ് കുഡ് നോട്ട് ഹാവ് മെയ്ഡ് എ മിസ്റ്റേക്ക്, നോർ കുഡ് ഹി ഹാവ് ഡിനൈഡ് ലെഞ്ചോ വാട്ട് ഹി ഹാഡ് റിക്വസ്റ്റഡ്. ഗോഡ് ഒരിക്കലും തെറ്റ് ചെയ്യില്ല. പോരാത്തതിന് ഞാൻ ചെയ്ത റിക്വസ്റ്റിന് ഗോഡ് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഡിനൈ ചെയ്യില്ല, എന്നെ നിരുത്സാഹപ്പെടുത്തില്ല എന്നാണ് ഇവിടെ ലെഞ്ചോ പറയുന്നത്. ഇമ്മീഡിയറ്റ്ലി ലെഞ്ചോ വെന്റ് അപ്പ് ടു ദ വിൻഡോ ടു ആസ്ക് ഫോർ പേപ്പർ ആൻഡ് ഇങ്ക്. പെട്ടെന്ന് തന്നെ ലെഞ്ചോ എന്ത് ചെയ്തു, ആ വിൻഡോയുടെ അവിടെ പോയി പേപ്പറും ഇങ്കും വാങ്ങാൻ വേണ്ടി കത്ത് എഴുതാൻ പോവുകയാണ് ലെഞ്ചോ. ഓൺ ദ പബ്ലിക് റൈറ്റിംഗ് ടേബിൾ ഹി സ്റ്റാർട്ടഡ് ടു റൈറ്റ് വിത്ത് മച്ച് wrinkling of his brow caused by the effort he had to make to express his ideas. Okay, ഉടനെ തന്നെ പബ്ലിക് റൈറ്റിംഗ് ടേബിൾ, അതായത് ആൾക്കാർക്ക് അവിടെ വന്ന് കത്തെഴുതാൻ വേണ്ടി ഒരു സ്ഥലം ഉണ്ടാവും. അവിടെ ലെഞ്ചോ ഇരുന്നിട്ട് തൻ്റെ ഐബ്രോസ്, തൻ്റെ ദേഷ്യം കാരണം ഐബ്രോസ് എല്ലാം നല്ല ചുരുങ്ങി കൂടിയിരിക്കുക എന്നാണ് പറഞ്ഞത്. ദേഷ്യം വരുമ്പോൾ നമ്മുടെ ഐബ്രോസ് പുരുക്കം ഒരു ഷേപ്പ് ആവാറില്ല, അതേപോലെ ലെഞ്ചോയുടെ ഐബ്രോസ് പൊരിക്കുന്നതാണ് പറയുന്നത്. When he finished, he went to the window to buy a stamp which he licked and then affixed to the envelope with a blow of his fist. ലെറ്റർ എഴുതി കഴിഞ്ഞു, ചെന്ന് സ്റ്റാമ്പ് വായിച്ചു, അതിനെ ഒന്ന് ലിക്കെന്ന് വെച്ചാൽ നക്കി, പശയൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ നക്കിയിട്ട് എന്ത് ചെയ്തു, എൻവലപ്പിൽ കൈ കൊണ്ട് ഇടിച്ച് തൊട്ടിച്ചങ്ങ് വെച്ചു എന്നാണ് പറയുന്നത്. The moment the letter fell into the mail box, the postmaster went to open it. ആ ലെറ്റർ മെയിൽ ബോക്സ് വീഴുന്ന ആ ഒരു സമയമായപ്പോഴേക്കും പോസ്റ്റ് മാസ്റ്റർ എന്തും ചെയ്തു, ആ ലെറ്ററിന് അകത്തുള്ള കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്നതിനെ നോക്കി. ഇറ്റ് സെഡ്, അതിൽ എഴുതിയിരിക്കുന്നത്, ഗോഡ്, ദൈവമേ, of the money that I asked for, only 70 pesos reached me. ഞാൻ ചോദിച്ച പണത്തിൽ 70 പേസോസ് മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 100 ചോദിച്ചപ്പോൾ 70 കിട്ടി. Send me the rest since I need it very much. മിച്ചമുള്ള പൈസ കൂടി എനിക്കൊന്ന് അയച്ചു തരണം, എനിക്കത് വളരെ അത്യാവശ്യമാണ്. But don't send it to me through the mail box, because the post office employees are a bunch of crooks. ലെഞ്ചോ, പക്ഷേ ഇനി അയക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ പാടില്ല. കാരണം ഈ പോസ്റ്റ് ഓഫീസിലുള്ളവരെല്ലാം ഒരു ക്രുക്സ് ആണ്. ക്രുക്സ് എന്ന് വെച്ചാൽ കള്ളന്മാരെന്നാണ് ലെഞ്ചോ ഇവിടെ പറയുന്നത്. അപ്പോൾ ലെഞ്ചോ എന്താണ് ഇവിടെ ധരിച്ചു വെച്ചിരിക്കുന്നത്, ദൈവം അയച്ച പണത്തെ പോസ്റ്റ് ഓഫീസിലുള്ളവർ പങ്കിട്ടെടുത്തു എന്നാണ് ലെഞ്ചോ വിചാരിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ അതാണോ നടന്നത്? അല്ല, ലെഞ്ചോയ്ക്ക് പണം കൊടുത്തത് ആരാണ്? ഈ പോസ്റ്റ് ഓഫീസിലുള്ള ആൾക്കാരാണ്.